അങ്ങനെ അടുത്തൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഈ ഫുട്ബോൾ 2025 ആയിരിക്കുകയാണ്. പുതിയ അപ്ഡേഷനും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് ടെസ്റ്റിങ്ങുമായിട്ടാണ് നമ്മുടെ രണ്ടാമത്തെ മാച്ചാണെന്ന് തോന്നുന്നത്. എന്തായാലും നോക്കാം നമുക്ക് എങ്ങനെ ഉണ്ടാകുമെന്ന്. ടെസ്റ്റിംഗ് അത് നമുക്കാണ് ഫസ്റ്റ് കിക്ക് കിട്ടിയിരിക്കുന്നത്. കാസ്പർ ഗെയിമിംഗ് KL23 ചെയ്തിരിക്കുകയാണ് ഫസ്റ്റ് കിക്ക്. ഹാലൻഡ് കിട്ടി. ഹാലൻഡ് നിന്ന് മിസ്സായിരിക്കുകയാണ്. ഷൂട്ട് ചെയ്യേണ്ട അത്ര ലോങ് ഷൂട്ട് ചെയ്താൽ കിട്ടില്ല. സ്നൈഡർ ആയിരിക്കും അത്. അതെ, അതിന്റെ ആവശ്യത്തിലാണ് ഞാനത് ഷൂട്ട് ചെയ്തത്. ഹാലൻഡ് എടുക്കാനുള്ള ശ്രമത്തിൽ ബാക്കിൽ വരുന്നു, കിട്ടിയില്ല. കുട്ടിയുടെ കിട്ടി. അത് ഫൗളാക്കിയിരിക്കുകയാണ് കുട്ടി. കിമ്മിച്ചിനെ ഫൗൾ ചെയ്തതിന് അതൊരു ഫ്രീ കിക്ക് ലഭിച്ചിരിക്കുകയാണ്. ലോങ് ഫ്രീ കിക്കാണ് അത്. ഡേഞ്ചർ ഫ്രീ കിക്ക് അല്ലത്. റൂഡ്രിഗർ കിമ്മിച്ചിന് കൊടുത്തിരിക്കുകയാണ്. കിമ്മിച്ച് ടു എൻകുങ്കു. സാവി അത് ഇന്റർസെപ്റ്റ് ചെയ്തിരിക്കുന്നു. ബാറ്റിക്ക് ഒരു ത്രൂ വയ്ക്കാൻ ശ്രമിച്ചാലും കിട്ടിയില്ല. സ്നൈഡറിന്റെ കയ്യിലും കിട്ടിയില്ല. അത് ഹക്കീമി എടുത്തിരിക്കുന്നു. ഹക്കീമി ടു എൻകുങ്കു. അതേ സ്നൈഡർ അത് ഇന്റർസെപ്റ്റ് ചെയ്തിരിക്കുന്നു. അതിമനോഹരമായി ഇന്റർസെപ്റ്റ് ചെയ്തു. ബാറ്റിക്ക് ഒരു പാസ്. ബാറ്റി ഇത്ര ബാക്കിൽ വന്ന് കളിക്കുന്നേ പറ്റി ബ്യൂട്ടി. ഹാലൻ സപ്പോർട്ടിങ്ങിനായിട്ട് ഇട്ടിട്ടുണ്ടോ? ഇല്ല. സ്നൈഡറിന്റെ ഒരു അതിമനോഹരമായ ബാറ്റിക്ക് അത് ഷൂട്ട് ചെയ്യാൻ സാധിച്ചില്ല. കുഴപ്പമില്ല, നമ്മൾ തിരിച്ചു വരും. ടെസ്റ്റിങ്ങിന്റെ അതിമനോഹരമായ നീക്കം. എംബാബെ ടു ചിയാസയ്ക്ക് കൊടുക്കല്ലേ. നല്ല പോലെ ക്രോസും അതുപോലെ തന്നെ ഗോൾ ഇട്ട് കളിക്കുന്ന ഒരു പ്ലെയർ ആണ് ചിയാസ. ഹാലൻ അതിമനോഹരമായ ഹാലന്റെ സൂപ്പർ സെക്കൻഡ് പോസ്റ്റിൽ ഇടിച്ച്. അതെന്തിനാ സ്കില്ലിട്ടെ? അതിന്റെ ഒരു ആവശ്യമില്ലായിരുന്നു. അപ്പോട്ടെ റൂഡ്രി. ഓക്കെ, ബ്യൂട്ടി ടു ഹാലൻ ടു എത്തിയില്ല. അവരുടെ ഇൻസ്റ്റപ്പ് ആയിരിക്കുകയാണ്. റൈസ് ടു കിമ്മിച്ച് ടു ചിയാസ ടു റോബർട്ടോ കാർലോസ് ആണോ? അത് അല്ല, റോബർട്ട്സൺ. അതെ, റോബർട്ട്സൺ ആണ് ലെഫ്റ്റ് വിങ് അവരുടെ. ചിയാസയ്ക്ക് അത് കൊടുക്കല്ല. അവന് പിൻ പോയിന്റ് ക്രോസ് ഉള്ള ഒരു പ്ലെയർ ആണ്. ഭയങ്കര പാസിങ് കേട്ടോ, രക്ഷയില്ല. ഇത് ബട്ടൺ കറക്റ്റ് വർക്ക് ആകുന്നില്ല ഗേജ്. എനിക്ക് തോന്നുന്നു ലോങ് ബോൾ കൗണ്ടറിന് എന്തൊക്കെയോ ഇഷ്യൂസ് വന്നിട്ടുണ്ട് അപ്ഡേറ്റ് ആയതിനു ശേഷം അല്ലെ. റൈസ് ടു പക്ഷെ വീണ്ടും റൈസിലേക്ക് എത്തിയിരിക്കുകയാണ്. റൈറ്റ്സിനോട് എൻകുങ്ങിന് ഇന്റർസെപ്റ്റ് ചെയ്തിരിക്കുന്ന ഹാലൻഡ് ഒരു അതിമനോഹരമായ ബ്യൂട്ടിയുടെ അതിമനോഹരമായ ഒരു ത്രൂ ബോൾ ആയിരുന്നു. പക്ഷെ അവിടെ റൂഡ്രിഗർ ബാക്കിലെത്തി ആ ബോൾ റിസീവ് ചെയ്തിരിക്കുന്നു. എന്തോ അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ടം കളി ഫുട്ബോളിന്റെ ഫീൽ ചെയ്യുന്നു. ഇത് കാണുന്നവര് മുമ്പോട്ട് പോകുന്നു തോന്നുന്നില്ല. ഗെയിം പ്ലേ കാണുന്നവര് അതിമനോഹരമായ രക്ഷയില്ല കേട്ടോ. നമ്മുടെ എന്താ അദ്ദേഹത്തിന്റെ പേര്? പയോൾ അല്ലേ? പ്യോൾ സ്പെയിനിന്റെ പ്ലെയർ ആയിരുന്നു. ബാഴ്സയുടെ ഒരു ബാഴ്സയുടെ ക്യാപ്റ്റനും ആയിരുന്നു. അതെ. കഥ പറഞ്ഞ ആ ഷൂട്ടിങ്ങിന്റെ ഒരു ഇതങ്ങ് പോയി കേസ്. അത് സിമ്പിൾ ടച്ച് ആയി പോയി. സ്റ്റണ്ണിങ് ഇട്ടാൽ മതിയായിരുന്നു. കുഴപ്പമില്ല. ഹാലൻ ടു ബാറ്റിയുടെ അതിമനോഹരമായ ത്രൂ ബോൾ. ഹാലൻ കം ഓൺ. യെസ്, ഹാലന്റെ അതിമനോഹരമായ ഫിനിഷിങ്. കമോൺ. നെറ്റ്വർക്ക് ഇഷ്യൂ ആണ്. ആദ്യം നമുക്ക് ചെയ്യാൻ പറ്റില്ല. എനിക്ക് അത് പ്രസ് ചെയ്തിട്ട് എന്താ പറയുന്നത്, അത് സെലിബ്രേഷനിൽ എത്തിയില്ല. ഓക്കെ, കുഴപ്പമില്ല. വേൾഡ് നമ്പർ 1 ഗോളിയാണ് ഇപ്പൊ താങ്കൾ. അതൊക്കെ ഹാലൻഡ് അടിക്കും. പിന്നെ എവിടാന്ന് പിടിക്കാനായി? അത് ബാറ്റ് തന്നെയാണോ എന്താ പറയുന്നത്, അത് പാസ് ഇട്ടത്? ബാറ്റ് ഒരുപാട് ബാക്കിലേക്ക് ഇറങ്ങി കളിക്കുന്ന കുഴപ്പമില്ല. എൻകുങ്കു റൈസ് ടു എൻകുങ്കുന് ഇടാൻ ശ്രമിച്ചെങ്കിലും അത് ഇന്റർസെപ്റ്റ് ആയിട്ടുണ്ട്. സാവി ടു ബാറ്റി ടു ഹാലൻഡ് വീണ്ടും ബാറ്റിക്ക് ഒരു ത്രൂ ബോൾ വെക്കാൻ ശ്രമിച്ചു. പക്ഷെ എത്തിയില്ല. അതിന് മുമ്പ് ഹക്കീമി അത് ഇത് ചെയ്തിരിക്കുകയാണ്, ഇന്റർസെപ്റ്റ് ചെയ്തിരിക്കുകയാണ്. മൊറോക്കോയുടെ ഹക്കീമി റൈറ്റ് ബാക്ക് അത് ഇന്റർസെപ്റ്റ് ചെയ്തിരിക്കുന്നു. അതെ, കുട്ടിക്ക് വീണ്ടും ബോൾ. കുട്ടിയുടെ അതിമനോഹരമായ ഒരു അതൊരു കിട്ടിയിരുന്നെങ്കിൽ അതിമനോഹരമായ ഒരു എന്താ പറയണ്ടേ, ഒരു സ്റ്റണ്ണിങ് ഗോൾ അങ്ങ് കൊടുക്കായിരുന്നു. പെസ്കിങ് 53. പക്ഷെ ഒരൊറ്റ ഷൂട്ട് ചെയ്തില്ല കേസ്. ഒരൊറ്റ ഷൂട്ട് ചെയ്യാൻ നമ്മുടെ ബാക്ക് സമ്മതിച്ചിട്ടില്ല. ഡാനിയൽ പുതിയ ഒരു കാർഡ് നമുക്ക് ഫ്രീ സ്പിന്നിൽ കിട്ടിയതാണ്. നല്ല ഹൈറ്റ്, കോട്ടുവാടെ പോലത്തെ ഒരു ഹൈറ്റ് ഉണ്ട്. 199 ഹൈറ്റും അതുപോലെ ആട്രിബ്യൂട്ടും എല്ലാമായിട്ട് ഒരു പഴയ ഒരു ബയൺ മ്യൂണിക്കിന്റെ പ്ലെയർ ആണ്. ഞാൻ കണ്ടിട്ടില്ല അദ്ദേഹത്തിന്റെ കളിയും കാര്യങ്ങളൊന്നും. പക്ഷെ ഒരു രക്ഷയില്ല രണ്ടുപേരും കൂടെ, പയോലും അതുപോലെ തന്നെ ഡാനിയലും. സെൻട്രൽ ബാക്കിന്റെ അതിമനോഹരമായ ഇതിലൂടെ നമ്മുടെ നെറ്റ്വർക്ക് ഇഷ്യൂ മറികടക്കാൻ നമ്മളെ ഡാനിയുടെ ഒരു രക്ഷയില്ലാത്ത ഡിഫൻഡിങ് മോനെ. അത് വെക്കണ്ടായിരുന്നു. കറങ്ങിവിടെ നമുക്ക് ഷൂട്ട് ചെയ്യാനൊരു ചാൻസ് ആയിരുന്നു. പക്ഷെ ആവേശം, അഹങ്കാരം
നെറ്റ്വർക്ക് ഇഷ്യൂ വലുതായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. നമ്മുടെ ഒന്നും വർക്കാകുന്നില്ല. നെറ്റ്വർക്ക് നമ്മളെ ചതിച്ചാലും നമ്മുടെ ഡാനിയലും പ്യോരും നമ്മളെ ചതിക്കില്ല. നമ്മളെ രക്ഷപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു അവര്. അതെ, കുട്ടി ബാക്ക് കൊടുക്ക്. ബാക്ക് ഇട്ട് അത് വേണ്ട. കിട്ടി, എന്തായാലും കിട്ടുമെന്ന് പ്രതീക്ഷയല്ലാതെ പോയി. വീണ്ടും മിസ്സായിരിക്കുകയാണ്. ജിയാസെ വിടരുത്. ഗോൾ. കാര്യമായി. ഇല്ലെങ്കിൽ ജിയാസെ അത് ഗോളാ. കാര്യം അത്രയ്ക്ക് മനോഹരമായ ഒരു കാർഡാണ് അദ്ദേഹത്തിന്റെ. എല്ലാ കാർഡും വളരെ മനോഹരമായി തന്നെ ഇറക്കിയിരിക്കുകയാണ്. ഇത്രയും മനോഹരമായിട്ട് റൊണാൾഡോയുടെ ഒരു കാർഡ് ഇറക്കണം എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം അദ്ദേഹത്തിന് ഒരുപാട് ആട്രിബ്യൂട്ടും കാര്യങ്ങളൊക്കെ കൊടുക്കുക. എന്തോ ഒരു എന്താ പറയുന്നത്, എല്ലാ കാർഡും വയസ്സായതൊക്കെ ഓക്കെ, പക്ഷെ അദ്ദേഹത്തിന് ഒരു കാർഡ് കൊടുത്തൂടെ? ഒരു ലെജൻഡ് പ്ലെയർ അല്ലേ? ആയ സമയത്ത് നല്ല പ്ലെയർ അല്ലായിരുന്നു അദ്ദേഹം. റൊണാൾഡോ ഫാൻസ് വിരോധം കാണിക്കരുത്, ഞാൻ ചുമ്മാ ട്രോൾ ചെയ്താണ്. അത് കൊണാമിയെ പോകുന്നില്ല ഗെയ്സ്. അപ്പൊ കൊണാമിയെ ട്രോൾ ചെയ്താണ് ഞാൻ. റൊണാൾഡോ അല്ല, അദ്ദേഹം ഗോട്ടാണ്. സെക്കൻഡ് ഗോട്ട് ഓഫ് ആൾ ടൈം. ഗോട്ട് ഓഫ് ആൾ ടൈം അല്ല, സെക്കൻഡ് ഗോട്ടാണ്. ഫസ്റ്റ് മെസ്സി. ബാറ്റി ഓഫ് സൈഡ് അല്ല, ഗോൾ 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 ഗോൾ. ഓഫ് സൈഡ് ആവുന്ന പ്രതീക്ഷയാണ്, പക്ഷെ അത് കുട്ടിയല്ലേ അത്. മോനെ, അടിപൊളി അറ്റാക്കിങ്. അങ്ങനെ നമ്മൾ 2-0 മുമ്പിലെത്തിയിരിക്കുകയാണ്. പെസ്കിങ്ങിനെ നമ്മൾ 2-0 ബാക്കിലാക്കിയിരിക്കുകയാണ്. അപ്പൊ ഇനി കളിയിലായിട്ട് ശ്രദ്ധിച്ച് നെറ്റ്വർക്ക് നല്ലപോലെ ഇതാകാന്നുണ്ട്. അത് പോട്ട് വലിയിട്ട് കഫു ടു കുട്ടിയുടെ എത്തിയില്ല. അതിനു മുമ്പ് അത് ഇന്റർസെപ്റ്റ് റൈസ് ടു എൻകുങ്കു കൂടുതലെങ്കിലും നമ്മൾ അത് ഇന്റർസെപ്റ്റ് ചെയ്തിട്ടുണ്ട്. ഡബിൾ ടച്ച്. എന്തിനാ അവർ ആവശ്യമില്ലാത്തൊരു ട്രിപ്പിളിംഗ് ആയിരുന്നു അവിടെ നടത്തിയത്. കഫു സേവ് ചെയ്തിരിക്കുന്നു. അങ്ങനെ വീണ്ടും ഹാലന്റെ ബോൾ. ഹാലൻ പാസിംഗ് പവർ ഇല്ലാത്തൊരു കളിക്കാരനാണ്. അത് ഗോൾ മിസ്സായി. മിസ്സിങ്. അങ്ങനെ പെസ്കിങ്ങിന്റെ അതിമനോഹരമായ ഒരു തിരിച്ചുവരവാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. 84-ാമത്തെ മിനിറ്റിൽ ഫസ്റ്റ് ഗോൾ അടിച്ച് അവർ നമ്മളെ 1-2 ബാക്കിലാണ് എങ്കിലും തിരിച്ചുവരും. അതിമനോഹരമായി തന്നെ പെസ്കിങ് കളിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മുടെ പരിപാടികളൊന്നും നടക്കുന്നില്ല. കാര്യം നമ്മുടെ നെറ്റ്വർക്ക് ഇഷ്യൂ ആണ്. നെറ്റ്വർക്ക് ശോകാവസ്ഥയിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. റോബർട്ട് പോയി. ഗോൾ ഇല്ല. നമ്മുടെ നെറ്റ്വർക്ക് ഉണ്ടെങ്കിൽ നമ്മുടെ സെന്റർ ബാക്ക് രണ്ടുപേരും നമ്മൾ അതിമനോഹരമായി രക്ഷിച്ചു. അങ്ങനെ 2-1 നമ്മൾ പെസ്കിങ്ങിനെ തോൽപ്പിച്ചിരിക്കുകയാണ്. വളരെ നല്ലൊരു കളിയായിരുന്നു പെസ്കിങ്ങിന്റെ. അതിനെക്കാട്ടി മോശമായ ശോകാവസ്ഥയിൽ കളിച്ച നമ്മളെ ഹാലൻഡിന്റെയും നമ്മുടെ സെന്റർ ബാക്കിന്റെയും എല്ലാം ഒരു അതിമനോഹരമായ മൂവ്മെന്റ് കൊണ്ട് നമ്മൾ ജയിച്ചിരിക്കുകയാണ്. അപ്പൊ നമുക്ക് പിന്നെ കാണാം. നമുക്ക് ഇപ്പോഴും ഒറ്റ ഷൂട്ട് ചെയ്യാൻ സമ്മതിച്ചുകൊണ്ട് നമ്മുടെ സെന്റർ ബാക്ക്. ഓക്കെ, അപ്പൊ ഈ കളി നമ്മൾ നമ്മുടെ സെന്റർ ബാക്കിനായി സമർപ്പിച്ചിരിക്കുന്നു. അപ്പൊ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.